ഈ പുള്ളിയുടെ തൊട്ടടുത്ത് ഒരു കുളം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മദ എന്ന സ്ഥലത്താണ്. ഒമാനിൻ്റെ ഭാഗമായിട്ടുള്ള മദയിലാണ്. യു എയിലുള്ള ആൾക്കാർക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് വിസയുടെ പാസ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് എത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ, ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്, സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് UAE ഒമാൻ ബോർഡർ. നമ്മളിപ്പോൾ ഓൾറെഡി മദ ഏരിയയിലോട്ട് കടന്നു കഴിഞ്ഞു. നമ്മൾ ഒമാനിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. റോഡിൻ്റെ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ UAEയിൽ കാണുന്ന രീതിയിലുള്ളതല്ല. ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഒമാൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ട്. വേറെ ഒരു മാർക്കിങ്ങും ഇല്ല, ഒമാനിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം കൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നോർമലി ഇതറിയാതെ വരുന്ന ഒരാൾ ഈ വഴി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ഒമാനാണെന്ന് അറിയാൻ കഴിയില്ല. കോർഫക്കാൻ ഫുജേറ റോഡിൽ കോർഫക്കാൻ റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വലതുവശത്തൊരു പെട്രോൾ പമ്പ് കാണാം. മഹ എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പ് കാണാം. ആ പെട്രോൾ പമ്പിന് തൊട്ട് മുമ്പ് വലത്തോട്ട് റോഡുണ്ട്. ആ റോഡ് തിരിഞ്ഞാലും മദയിലെത്താം. അല്ലെങ്കിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വലതുവശത്തോട്ട് തിരിഞ്ഞാലും ഈ കാണുന്ന റോഡിലെത്താം. ഇതാണ് കുറച്ചും കൂടെ എളുപ്പമുള്ള റോഡ്. കാരണം ഈ റോഡ് വഴി വന്നാലും നമുക്ക് അധികം വളവും തിരിവൊന്നും ഇല്ലാതെ നേരെ വളരെ എളുപ്പത്തിൽ ഈ മദയിൽ എത്താം. മറ്റേ റോഡ് വഴി വന്നു കഴിഞ്ഞാൽ കുറച്ച് റൗണ്ട് അബൌട്ടും വളവും തിരിവും ഒക്കെ ഉണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു റോഡാണ്. ആ പമ്പിന് മുമ്പുള്ള റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ പമ്പിന് എതിർവശത്ത് വലതുവശത്ത് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. എല്ലാം ബാർബിക്യൂ ഷോപ്പുകളാണ്. വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇവിടുത്തെ ബാർബിക്യൂ, സ്പെഷ്യൽ ബാർബിക്യൂ വളരെ ഫേമസ് ആണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഈ ബാർബിക്യൂ കഴിക്കാനായിട്ട് മാത്രം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ആ റോഡ് വഴി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിലും കാണാം. അങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ റോഡ് വഴി വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് കൃഷികളൊക്കെ കാണാൻ പറ്റും. പലതരത്തിലുള്ള കൃഷികളുണ്ട് രണ്ട് വശത്തും. ഏകദേശം 2-3 കിലോമീറ്റർ പോയാലാണ് മദ എത്തുക. അപ്പോൾ 2-3 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അൽ ഹറ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് കാണാം. മദ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ബോർഡ് ഉള്ളത്. മദ എത്തുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ ഈ ബോർഡ് കണ്ട ഉടനെ വലത്തോട്ട് തിരിയുക. തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വലത്തോട്ട് തിരിയുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്താം. ഈ ഓഫ് റോഡ് വഴിയും ഇനി 1-2 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ആൽമരങ്ങളുടെ അടുത്തെത്താൻ പറ്റുക. ഇടുങ്ങിയ ഒരു ചെറിയ വഴിയാണ്, എന്നാലും ചെറിയ കാറുകളൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന റോഡാണ്. ഏതെങ്കിലും എതിരെ വാഹനങ്ങൾ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി ഇതല്ല, ഈ വഴി കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മദയിലൊരു ബിൻ ഷംസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രോസറിയും ഒരു ഷോപ്പും ഉണ്ട്. അത് മലയാളികളുടേതാണ്. അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു തരും. രണ്ട് വശത്തും പലതരത്തിലുള്ള കൃഷികൾ കാണാൻ പറ്റും. നമ്മൾ നാട്ടിലെത്തിയതുപോലെ തോന്നും. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് മാങ്ങയൊക്കെ കാഴ്ച നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാരങ്ങ, പേര, അത്തി, ഈന്തപ്പഴം, വാഴ, അങ്ങനെ ഒരുപാട് കൃഷികൾ കാണുന്നുണ്ട്. ആ കൃഷികളുടെ കാഴ്ചകൾ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം.
വരുന്ന വഴിക്ക് കണ്ട കാഴ്ച. ആൽമരത്തിനടുത്ത് എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഒരു കൂറ്റൻ പുളിമരം. പുളി ഇവിടെ കുറേ വീണ് കിടപ്പുണ്ട്. ഞാൻ എന്തായാലും കുറച്ചെടുക്കാം. ഇവിടുന്ന് ആരും കാണുന്നില്ല. ഇനി എടുത്താൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നറിയില്ല. പക്ഷേ ആരും കാണുന്നില്ല ഇവിടെ. ഇതുണ്ടോ, പുളി ഒരുപാട് പഴുത്ത് നിൽപ്പുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കിളികൾ അതിലിരുന്ന് ഇരിക്കുന്നുണ്ട്. ഈ പുളിയുടെ തൊട്ടടുത്ത് ഒരു കുളം. അത് നാച്ചുറലായിട്ട് വെള്ളം വരുന്നതാണ്, പമ്പ് ചെയ്യുന്നൊന്നുമല്ല. അല്ലാതെ വെള്ളം വന്ന് ഇവിടെ കെട്ടിയിട്ട് ഇവർ പമ്പ് ചെയ്ത് കൃഷിക്ക് എടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ പൈപ്പൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആൽമരക്കൂട്ടത്തിനടുത്തെത്തി. ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഏതോ ഒരു നാട്ടിൻ പുറത്ത് എത്തിച്ചേർന്ന പോലെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് മുഴുവൻ കൃഷിയാണ്. കൃഷിക്ക് വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് വെള്ളം പമ്പ് ചെയ്യുന്ന ടാങ്കാന്ന് തോന്നുന്നു. ചുറ്റും പല രീതിയിലുള്ള കൃഷികളാണ്. ഈന്തപ്പന, വാഴ, മാവൊക്കെ വരുന്ന വഴിക്ക് കാഴ്ച നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ സിറ്റി ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറിയിട്ട് ഒരു ലോങ് ഡ്രൈവൊക്കെ ചെയ്തിട്ട് ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നേരെ വണ്ടി എടുത്തിങ്ങോട്ട് വിട്ടോ. എന്തായാലും നിങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവില്ല. അത്രയും നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വളരെ ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ. പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നോ. നല്ല കാഴ്ച. പിന്നെ വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം, സ്നാക്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ മറക്കണ്ട. കാരണം ഇവിടെ ഗ്രോസറി ഒന്നുമില്ല. നമ്മൾ ഈ ഓഫ് റോഡിലോട്ട് കയറുന്ന സ്ഥലത്തൊരു ഗ്രോസറി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബിൻ ഷംസ് ഗ്രോസറി. അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി വരാം. അതല്ല ഫുഡ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇവിടെ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സെറ്റപ്പും ഇല്ല. ഇവിടെ എത്ര സമയം ഇവിടെ ഇരുന്നിട്ടും മതിയാവുന്നില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ UAE നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുകിൽ ലൊക്കേഷനൊക്കെ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു റോമിംഗ് പാക്കേജ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരിക. ഡൂവിൻ്റെ എത്തുസലാത്തിൻ്റെ റോമിംഗ് പാക്കേജ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. കാരണം ഈ ഒമാൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ മൊബൈലൊന്നും വർക്കാവില്ല. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കൃഷിത്തോട്ടമാണ്. അവിടുത്തെ ഒരു പണിക്കാരൻ വന്നപ്പോൾ പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള കൃഷികളാണ്. അതൊക്കെ ഇങ്ങനെ അടുത്ത് കാണാം. അതിന് വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയതാണ്. ഈ വരുന്ന പണിക്കാരൻ. ഇതൊരു
കിണറാണ്. ഉള്ളിൽ വെള്ളമുണ്ട്. ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് മോട്ടർ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള പല കിണറുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് കിണറുണ്ടെന്ന് ഇപ്പോൾ ഒരു ജോലിക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു. ഇതൊരു കൂറ്റ മാവ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നാട്ടിൽ ഏതോ ഒരു കൃഷിത്തോട്ടത്തിനുള്ളിലാണെന്ന് തോന്നുള്ളൂ. ഇത് വേറൊരു കിണറാണ്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. നല്ല വെള്ളമുള്ള കിണറാണ്. ഇതുപോലെയുള്ള കുറേ കിണറുകൾ ഈ കൃഷി സ്ഥലത്തിനുള്ളിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.